അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മെമ്മറി ഡിവൈസ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നെ മെമ്മറി ഡിവൈസാണ് നമുക്ക് മെയിനായിട്ട് സിലബസ് അനുസരിച്ച് നോക്കാനുണ്ടായിരുന്നത്. ഇനി അടുത്തത് അതിൽ തന്നെ അടുത്ത മോഡ്യൂളായിട്ട് വരുന്നതാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹാർഡ്വെയർ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിനനുസരിച്ചിട്ട് അവരെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സോഫ്റ്റ്വെയർ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം മെമ്മറി ഡിവൈസ് പഠിച്ചു CPU-യിലേക്ക് ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പഠിച്ചു. അതായത് ഇതേപോലത്തെ ഒരു പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എക്സാമ്പിൾ തന്നെ എടുക്കാം. എന്ത് A+B എന്നുള്ളതിന് ആദ്യം A എന്നൊരു ഇതും B എന്നുള്ളൊരു ഇതും വിളിച്ചു. പിന്നെ അതിനെ റിസൾട്ട് സേവ് ചെയ്യാൻ വേണ്ടി C എന്നൊരു സംഭവം വിളിച്ചു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പ്ലസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമുക്ക് A എന്ന കമ്പോണൻറ്റിനെ വിളിക്കണം, പിന്നെ അതിനും പ്ലസ് എന്നുള്ളത് വിളിക്കണം, B എന്നുള്ളത് വിളിക്കണം. അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് നമ്മളിതിൽ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചേർത്ത് നമ്മൾ ഒരു പ്രോഗ്രാം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയോ പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത്തിരി കൂടി നമുക്കൊരു സാഹിത്യപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ശരീരം രൂപപ്പെടുത്തുന്ന ഒരു ഇതാണെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനസ്സോ ആത്മാവോ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്കത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മുടെ സോഫ്റ്റ്വെയർ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും രണ്ടായിട്ടാണ് തിരിച്ചയക്കുന്നത്. അതിലാദ്യം നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമുക്കത് അത്യന്താപേക്ഷിതമാണ്, ഫണ്ടമെൻ്റൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളായിട്ടുള്ള ആ ഒരു സംവാദം, പിന്നെന്താ നമ്മൾ പറയാം നമ്മുടെ മെമ്മറി ഡിവൈസ്, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഓരോ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഫണ്ടമെൻ്റൽ സോഫ്റ്റ്വെയർസാണത്. അങ്ങനത്തെ ഫണ്ടമെൻ്റൽ സോഫ്റ്റ്വെയർസിനാണ്, അതായത് ഇതില്ലാതെ നമ്മുടെ ഒരു ഉപകരണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അത്രയ്ക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരിക. എന്നാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത്യന്താപേക്ഷിതമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ വേണ്ട ഒരു തൊടാൻ കഴിയാത്ത ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ 2-3 പോയിന്റുകൾ കൂടി പറയാം. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടും കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും ഡാറ്റ എത്തിച്ചുകൊണ്ടും ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളുടെ കൃത്യനിർവഹണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങൾ ചെയ്തുകൊണ്ടും കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഉപയോഗത്തിൽ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത പൊതു പ്രോഗ്രാമുകളെയാണ് നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, കമ്പ്യൂട്ടർ സംവിധാനത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും ഡാറ്റ എത്തിച്ചു കൊടുക്കുക, പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളുടെ കൃത്യനിർവഹണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ചെയ്തുകൊണ്ട് ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ മനുഷ്യനെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പ്രോഗ്രാമുകളാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസ് ആണെന്ന് പറഞ്ഞു. പ്രോഗ്രാം എന്താണെന്ന് നമ്മൾ അതിന് മുമ്പ് മെമ്മറി പഠിച്ചപ്പോൾ പറഞ്ഞു. എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ
ഒന്നുകൂടി നമുക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിൽ മെയിൻ ആയിട്ടുള്ള ആളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആദ്യമേ പറഞ്ഞു നമ്മുടെ സോഫ്റ്റ്വെയറിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഉൾപ്പെടുത്തിയിരിക്കുക, അങ്ങനത്തെ പ്രോഗ്രാമുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ OS എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്കതില്ലാതെ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ്. അത്ര പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ മനസ്സെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഓരോ ഉപഭോക്താവിൻ്റെയും കമ്പ്യൂട്ടറിനെ ഹാർഡ്വെയർ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ടും അതേപോലെ എന്താ പറയുക, നമ്മുടെ മെമ്മറി ആയിട്ടും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന, ഏകോപിപ്പിക്കുന്ന, അതുപോലെ തന്നെ റിസോഴ്സ് മാനേജർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വസ്തുക്കളെ എല്ലാത്തിനെയും നമ്മൾ റിസോഴ്സസ് എന്ന് പറയാം. ഈ നമ്മുടെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, ഇതിനെയൊക്കെ തന്നെ നമ്മൾ റിസോഴ്സസ് എന്ന് പറയാം. ഇങ്ങനെയുള്ള റിസോഴ്സുകളുടെ മാനേജർ, നമ്മുടെ ടെസ്റ്റിൽ അങ്ങനത്തെ ഒരു ടേം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം. റിസോഴ്സ് മാനേജർ, അതായത് ഫയൽസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു റിസോഴ്സ് മാനേജർ ആയിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നു. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി നമ്മൾ റാമിൽ നിന്ന് ബൂട്ടിംഗ് ഒക്കെ പഠിച്ചത് ഓർക്കുന്നില്ലേ? ബൂട്ടിംഗ് ഓർക്കണില്ലേ? അതായത് നമ്മുടെ ബൂട്ടിംഗ് പ്രോസസ്സ് റോമിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് നമ്മുടെ എന്താ ചെയ്യുന്നത്? ബൂട്ടിംഗ് അപ്പ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, അതായത് റാമിലേക്ക് ഹാർഡ് ഡിസ്കിൽ നിന്നും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റാമിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സിങ്ങാണ് ബൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഓണാക്കി കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ആദ്യമായിട്ട് ഓണാകുന്ന ഒരു പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുകൂടാതെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ മെമ്മറിയിൽ ഏറ്റവും ലാസ്റ്റ്, മെമ്മറി എന്ന് ഉദ്ദേശിച്ചപ്പോൾ റാമിൽ ഏറ്റവും ലാസ്റ്റ് വരെ നിലനിൽക്കുന്ന ആ ഒരു പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചാലും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓണാക്കുമ്പോൾ ഫസ്റ്റ് ലോഡാകുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ലാസ്റ്റ് ഓഫ് ആവുന്നത് വരെയും നിൽക്കുന്നതും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നമ്മുടെ സിലബസിൽ ഇത്തിരി മെയിനായിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം, നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹാർഡ്വെയറുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ അടങ്ങിയിട്ടുള്ള റിസോഴ്സ് മാനേജറായിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഫസ്റ്റ് ലോഡാവുന്ന ഒരു പ്രോഗ്രാമും അതുപോലെ അവസാനം വരെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമും ചോദിച്ചാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. എക്സാമ്പിൾസ് പറയുമ്പോൾ കമ്പനി, ഇത് ഓരോ കമ്പനികൾക്കും ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്കത് ഡെസ്ക് ടോപ്പ് ടൈപ്പും അതുപോലെ സ്മാർട്ട് ഫോൺ ടൈപ്പും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഡെസ്ക് ടോപ്പ് അതുപോലെ മൊബൈൽ വെർഷൻ. ആദ്യം മൈക്രോസോഫ്റ്റിൻ്റെ ഡെസ്ക് ടോപ്പ് വെർഷനായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മുടെ വിൻഡോസ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ഡെസ്ക് ടോപ്പ് വെർഷനായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. അതുകൂടാതെ MS DOS ഒക്കെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഡെസ്ക് ടോപ്പ് OS ഏതാണെന്ന് ചോദിച്ചാൽ അത് വിൻഡോസ് ആണ്. വിൻഡോസ്. ഇനി ഈ MS, അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന, അതായത് മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതേതാണെന്ന് പറഞ്ഞാൽ വിൻഡോസ് മൊബൈലാണ്. വിൻഡോസ് മൊബൈൽ. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഡെസ്ക് ടോപ്പ് വെർഷനായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിച്ചാൽ വിൻഡോസും
MS DOS ഒക്കെയാണ്. മൊബൈൽ വെർഷൻ ചോദിച്ചാൽ വിൻഡോസ് മൊബൈലാണ്. ഇനി അടുത്തത് നമുക്ക് ആപ്പിൾ നോക്കാം. ആപ്പിളിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷനാണ് മാക് OS. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആപ്പിളിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻ. അവരുടെ മൊബൈലാണ് നമുക്ക് കേട്ടുപരിചയമുള്ള iOS. അപ്പോൾ ആപ്പിളിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷനാണ് മാക് OS, മൊബൈൽ വെർഷനാണ് iOS. നോട്ട് ചെയ്യുക, വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ചോദിക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് എക്സാമ്പിൾസ് എന്നും പറഞ്ഞിട്ട് സിലബസിലുണ്ട്. അപ്പോൾ ആപ്പിളായി, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ മൈക്രോസോഫ്റ്റ് ആയി. ഇനി അടുത്തത് നമുക്ക് ഗൂഗിൾ നോക്കാം. ഗൂഗിളിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷനാണ് ക്രോം OS. ഗൂഗിളിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷനാണ് ക്രോം OS. അവരുടെ തന്നെ സ്മാർട്ട് ഫോണിൻ്റെ വേരിയൻ്റ് ചോദിച്ചാൽ അതാണ് ആൻഡ്രോയിഡ്. ഈ ആൻഡ്രോയിഡാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഡെസ്ക്ടോപ്പ് വെർഷൻ ഓഫ് ഗൂഗിൾ ചോദിച്ചാൽ ക്രോം OS ആണ്. മൊബൈൽ വെർഷൻ ചോദിച്ചാൽ ആൻഡ്രോയിഡ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി അടുത്തത് നോക്കാം. ഇനിയാണ് ലിനക്സിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻസ് കുറച്ച് നമുക്ക് അധികം പഠിക്കാനുണ്ട്. കാരണം ഇതൊരു സ്വതന്ത്രമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് നമ്മുടെ ലിനക്സിലാണ്. അപ്പോൾ അവരുടെ നമ്മൾ കേട്ട് പരിചയമുള്ള ആൾക്കാർ തന്നെ ഗ്നു ലിനക്സ്, പിന്നെ ഉബുണ്ടു, പിന്നെ ബോസ്. ഈ ഗ്നു ലിനക്സും ഉബുണ്ടും ഒക്കെ നമ്മൾ സ്കൂളിൽ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ITH സ്കൂളൊക്കെ ഈ ഉബുണ്ടു വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി ബോസ് എന്ന് പറഞ്ഞത് നമ്മൾ CAയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ് എന്ന് പറയുന്നത്. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്നാണ് നമ്മുടെ ബോസിൻ്റെ ഫുൾ ഫോം. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. 18 ഭാഷയോളം ഈ ബോസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CDAC ആണ് ഇതിൻ്റെ ഒരു ഇൻവെൻറ്റർ എന്ന് പറയാം നമുക്ക്. CDAC ആണ്. 18 ഭാഷയോളം ബോസ് സപ്പോർട്ട് ചെയ്യുന്നു. ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് എന്നാണ് മുഴുവൻ പേര്. അപ്പോൾ ലിനക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ അണ്ടറിൽ ഉള്ള ആ ഒരു അതിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻ ഓഫ് OS ചോദിച്ചു കഴിഞ്ഞാൽ ഗ്നു ലിനക്സ്, ഉബുണ്ടു, ബോസ്. ഇനി ഇതേപോലെ തന്നെ ലിനക്സിന് മൊബൈൽ വേരിയൻ്റ് ഉണ്ട്. അതിൽ ഒരു എക്സാമ്പിളാണ് ടൈസർ. പിന്നെ ആൻഡ്രോയിഡ് തന്നെ നമ്മൾ നേരത്തെ ഗൂഗിളിൻ്റെ എന്ന് പറഞ്ഞ് പഠിച്ചു. അതിൻ്റെ കൂടാതെ ഇതിലൊരു ചെറിയൊരു പോയിന്റ് പഠിക്കാനുണ്ട്. ആൻഡ്രോയിഡിൻ്റെ മെയിനായിട്ടുള്ള കേണൽ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. അപ്പോൾ ഈ കേണൽ പാർട്ട് ലിനക്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്താക്കുന്നത്. ഗൂഗിളിൻ്റെയാണ് ആൻഡ്രോയിഡ്, പക്ഷേ അതിൻ്റെ കേണൽ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലിനക്സിൻ്റെയാണ്. പിന്നെ നമുക്ക് കൈ OSും നമ്മുടെ ലിനക്സിൻ്റെയാണ്. അപ്പോൾ ടൈസർ, കൈ OS, ആൻഡ്രോയിഡ് ഇങ്ങനൊരു ഇത് മാത്രം ഓർത്താൽ മതി. മെയിനായിട്ട് ടൈസറും കൈ OSും. കൈ OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കൈ OS. ഇപ്പോൾ ലിനക്സിൻ്റെ ഏതൊക്കെയാണ് ഡെസ്ക്ടോപ്പ് ന്യൂ ലിനക്സും ഉബുണ്ടു, ബോസ്, മൊബൈൽ ടൈസർ, പിന്നെ കൈ OS, ആൻഡ്രോയിഡിൽ കേണൽ ലിനക്സിൻ്റെ ആണെന്ന് ഓർക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓക്കെ ആയേ. ഇനി അടുത്തത് നമുക്ക് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്താണെന്ന് നോക്കാം. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണതിൻ്റെ കൂടെ പഠിക്കുമ്പോഴാണ് ഇത്രയും കൂടി ക്ലിയർ ആവുക. വെറുതെ എന്താണെന്ന് ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ ലാംഗ്വേജ് എന്നാ പറയാം. മെഷീൻ ലാംഗ്വേജ് അതായത് 1ഉം 0 അങ്ങനെയുള്ള ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയാം. ഈ ഭാഷയിലേക്ക് ഹൈ ലെവൽ ലാംഗ്വേജോ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലോ എഴുതിയിട്ടുള്ള പ്രോഗ്രാമുകളെ
ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്കത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനൊക്കെ കമ്പ്യൂട്ടർ മനസ്സിലാവണ്ടേ. അതായത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ആ ഒരു ഉപകരണത്തിന് നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള ഒരു പാർട്ടാണ് അത്. നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ പാർട്ട് നോക്കാം. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിൽ അടുത്ത ആളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില പ്രത്യേക ഡ്യൂട്ടികൾ, അതായത് നമ്മൾ പതിവ് ചില ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിനെ ആ ഒരു പരിപാലന ജോലികൾ നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് നമ്മൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പരിപാലന ചുമതലകൾ എന്നാണ് നമുക്കതിനെ സിമ്പിളായിട്ട് പറയാൻ പറ്റുക. ഇപ്പോൾ പരിപാലന ചുമതലകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കംപ്രഷൻ, അതായത് വലിയ ഫയൽസുകളെ ചെറുതാക്കുക. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് കംപ്രഷൻ ടൂള്. പിന്നെ നമുക്ക് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ പറയാം. പിന്നെ ബാക്കപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെ പറയാം. പിന്നെ ആൻറ്റി വൈറസ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ് കംപ്രഷൻ ടൂള്, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ, പിന്നെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ, ആൻറ്റി വൈറസ്. ഈ കംപ്രഷൻ ടൂള് എന്ന് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും. സിപ്പ് ചെയ്യുക, അൺസിപ്പ് ചെയ്യുക എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 MB ഉള്ള ഒരു ഫയലിനെ 1 MB ആക്കി ചുരുക്കി അതിനെ കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞെരുക്കി ചെറുതാക്കും. ആ ഞെരുക്കി ചെറുതാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ സിപ്പ് എന്നും, പിന്നെന്താ അതിനെ തിരിച്ച് പഴയ സൈസിലേക്ക് ആക്കുന്നതിനെ അൺസിപ്പ് എന്നും പറയും. അപ്പോൾ അതിനുപയോഗിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അതിനെയാണ് കംപ്രഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുക, കംപ്രഷൻ ടൂൾസ് എന്ന് പറയുക. അതൊരു ടൈപ്പിലുള്ള യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ കംപ്രഷൻ ടൂൾസിന് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ വിൻ സിപ്പ്, വിൻ റാർ, വിൻ സിപ്പ്, അതേപോലെ വിൻ റാർ. വിൻ സിപ്പും വിൻ റാറും അതിന് എക്സാമ്പിളാണ്. കംപ്രഷൻ ടൂൾസിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് വിൻ സിപ്പും വിൻ റാർ എന്ന് പറയുന്നത്. ഇനി ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം ഹാർഡ് ഡിസ്ക് പഠിച്ചപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു ഡീഫ്രാഗ്മെൻറ്റേഷൻ. അതായത് എന്താ പറയുക, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലെ ഫയലുകളൊക്കെ നമ്മളൊന്ന് പുനഃക്രമീകരണം നടത്തും. ഫയലുകളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പാക്കേജുകളൊക്കെ ആയിട്ട് അതിനെ ഒരു ക്രമപ്പെടുത്തും. ചിതറിക്കിടക്കണതിനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് കിടക്കുന്ന ഫയലുകളെ ഒന്ന് ക്രമീകരിക്കുന്ന ഇതിനെ ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ നമ്മൾ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഒരേ സ്വഭാവമുള്ള ഫയലുകളെയൊക്കെ ഒറ്റ ഇതിലേക്കാക്കി മാറ്റുമ്പോൾ നമുക്ക് കൂടുതൽ വേഗതയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തത് ബാക്കപ്പ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് കേടായാലും നമുക്ക് അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സോഫ്റ്റ്വെയറാണ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ഇനി ആൻറ്റി വൈറസ് നമുക്കറിയാലോ, നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ എന്ത് പറയും? ആൻറ്റി വൈറസ് അല്ല, വൈറസ് എന്ന് പറയും, അല്ലെങ്കിൽ മാൽവെയർ എന്ന് പറയും. അപ്പോൾ ഈ മാൽവെയറിനെ എന്താ പറയുക ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ആൻറ്റി വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെ അതിൽ പതിവായിട്ടുള്ള ചില കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെ അത്യാവശ്യം അല്ലെങ്കിൽ അതില്ലാതെ നമുക്ക് പറ്റില്ല, അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
ആ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്രത്തോളം പ്രാധാന്യമുള്ളത് നമ്മൾ പഠിച്ചു, ലാംഗ്വേജ് പ്രോസസ്സർ എത്രത്തോളം പ്രാധാന്യമുള്ളത് പഠിച്ചു. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും അത്രത്തോളം പ്രാധാന്യമുള്ള സാധനമാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഈസിനെസ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പതിവ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു കംപ്രഷൻ സോഫ്റ്റ്വെയർ, അതായത് വലിയ ഫയലുകളൊക്കെ നമുക്ക് ചെറുതാക്കുന്നതിന് സിപ്പ്, അതിനെ പിന്നെ തിരിച്ച് പഴയതാക്കുന്നതിന് അൺസിപ്പ്. അതിന് എക്സാമ്പിളാണ് വിൻസിപ്പും വിൻഡ്രാറും. പിന്നെ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ, ഒരേ സ്വഭാവമുള്ള ഫയലുകളെ ഒറ്റ ഇതിലേക്കാക്കി മാറ്റി നമ്മൾ വേഗത്തിലും പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്ക് ഫ്രാഗ്മെൻറ്റർ. പിന്നെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് കേടായാലും ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോപ്പി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പകർപ്പ് സൂക്ഷിക്കുന്ന ഒരിതാണ് നമ്മുടെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ആൻറ്റിവൈറസ്. ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസുകളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ആൻറ്റിവൈറസ് എന്ന് പറയുന്നത്. ഈ ആൻറ്റിവൈറസിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. അവാസ്റ്റ്, പിന്നെ AVG, കാസ്പെർസ്കി, മക്കഫി. ഇപ്പോൾ 2-3 എക്സാമ്പിളേ പറയണുള്ളൂ. ഇത് കൂടാതെ ഇഷ്ടം പോലെ ഉണ്ട്. അത് അറിയാവുന്നത് കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ അവാസ്റ്റ്, AVG, കാസ്പെർസ്കി, മക്കഫി ഇതൊക്കെ നമ്മുടെ എന്തിന് എക്സാമ്പിളാണ്? ആൻറ്റിവൈറസിന് എക്സാമ്പിളാണ്. അവാസ്റ്റ്, AVG, കാസ്പെർസ്കി, മക്കഫി ഇതൊക്കെ എന്താണ്? ആൻറ്റിവൈറസിന് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കി, ലാംഗ്വേജ് പ്രോസസ്സർ നോക്കി, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും നോക്കി. ഇനി നമുക്ക് അടുത്തത് ഡിവൈസ് ഡ്രൈവേഴ്സാണ് നോക്കാനുള്ളത്. ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഡിവൈസ്, അതിനെ ഡ്രൈവ് ചെയ്യുന്ന വെച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതിനാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കമ്പ്യൂട്ടർ എടുത്ത് കമ്പ്യൂട്ടറിൻ്റെ പുറത്ത് നമ്മളൊരു പ്രിൻ്റർ, ഈ പ്രിൻ്ററും ഈ കമ്പ്യൂട്ടറും സെയിം കമ്പനിയുടെ ആയിരിക്കില്ല, ഉറപ്പായിട്ടും ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ സെറ്റാക്കി വെച്ചാണ്. അവരുടെ പ്രോസസ്സറിൽ കുറച്ച് കാര്യങ്ങൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ആ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. ഇതിന് വേറെ കുറേ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ലാംഗ്വേജും ഇവർക്ക് തമ്മിൽ മനസ്സിലാവണ്ടേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിൻ്ററിൻ്റെ ഇതിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെയുള്ള ആ ഒരു സോഫ്റ്റ്വെയറിനാണ് നമ്മൾ എന്ത് പറയുക? ഡിവൈസ് ഡ്രൈവർ എന്ന് പറയാം. എന്ന് വെച്ചാൽ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഡിവൈസ് ഇതിലുണ്ട് എന്ന് നമ്മുടെ കമ്പ്യൂട്ടറിനെ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ട് നമ്മൾ CD ഒക്കെ യൂസ് ചെയ്തിട്ട് ആയിരുന്നു അങ്ങനെ ഒരു പ്രിൻ്ററോ അല്ലെങ്കിൽ അതേപോലെ സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിക്കുമ്പോൾ, പെറിഫറൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്കിതിലേക്ക് ന്യൂ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു CD കിട്ടുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്കത് അവരുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ നമുക്കത് ആ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എന്താ പറയുക, ഈ പേരിൽ തന്നെ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും, അതായത് നിയന്ത്രിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ HP ആണ് പ്രിൻ്ററെങ്കിൽ HP സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോഫ്റ്റ്വെയറൊക്കെ നമ്മൾ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണലി ഉപയോഗിക്കുന്ന ആൾക്കാരായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഡിവൈസ് ഡ്രൈവർ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫേംവെയർ ആണ്. ഫേംവെയർ ഓൾറെഡി ഞാൻ റോം എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേംവെയർ എന്താണെന്ന്. നമ്മുടെ എംബെഡ് സിസ്റ്റംസ് ആയിട്ടുള്ള നമ്മുടെ ഫ്രിഡ്ജ്, അതുപോലെ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഫേംവെയർ എന്ന് പറയുക. അപ്പം അത് ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നേ ഒരു തരത്തിലുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഓർക്കുക. അത് നമ്മൾ റോമിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന്
എന്താ പറയുക, നമ്മുടെ പ്രൈമറി ഡിവൈസസ് ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയേക്കാം. അതൊന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഫേംവെയർ എന്താണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇത്രയേ ഉള്ളൂ. ഇനി സോഫ്റ്റ്വെയറിൻ്റെ തന്നെ സെക്കൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സെക്കൻഡ് എന്ന് ഉദ്ദേശിച്ചത് വേറൊരു വേരിയൻ്റ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലാതെ നമുക്ക് ഒന്നും സാധിക്കില്ല. പക്ഷേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നമ്മളിപ്പോൾ പറയില്ലേ, സിമ്പിളി നമ്മുടെ ഫോണിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഒരെണ്ണമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പം അത് 2 ടൈപ്പ് ഉണ്ട്, ജനറൽ പർപ്പസും അതുപോലെ സ്പെസിഫിക് പർപ്പസും. ഓക്കെ, അപ്പോൾ ജനറൽ പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പാക്കേജുകളാണ് ജനറൽ പർപ്പസ് എന്ന് പറയാം. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ്, ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജ് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് വേർഡ്, അതുപോലെ എക്സല്, ആക്സസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. നമുക്ക് അതിൽ നിന്ന് വേണ്ട സംഭവങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ കുറച്ച് ജനറൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാക്കേജാണ്, സോഫ്റ്റ്വെയറുകളുടെ പാക്കേജാണ് നമ്മുടെ ജനറൽ പർപ്പസ്. ഇനി അടുത്തത് സ്പെസിഫിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്പെസിഫിക് ഫങ്ഷൻ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഈ ജനറൽ പർപ്പസിന് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലൊരു ഗ്രൂപ്പ് ഓഫ് ടാസ്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്കേജാണ്. അപ്പം അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ, പിന്നെ സ്പെസിഫിക് പർപ്പസ്. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഡോക്യുമെൻ്റ് എന്ന് പറയാം. ഈ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സർ എന്ന് പറയുക. വേർഡ് പ്രോസസ്സേഴ്സ്. ഈ വേർഡ് പ്രോസസ്സറിന് എക്സാമ്പിളാണ് നമുക്കിനി നോക്കാനുള്ളത്. അതിലാദ്യം നമ്മൾ നേരത്തെ ഓഫീസ് പാക്കേജ് പഠിച്ചപ്പോൾ അതിലൊരെണ്ണം കണ്ടു, MS വേർഡ്. പിന്നെ ഗൂഗിൾ ഡോക്സ്. ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നമ്മുടെ ലിനക്സ് ബേസ് ചെയ്തിട്ടാണല്ലോ ടെക്സ്റ്റുകളിൽ. അപ്പം അത് ഒന്ന് നോക്കിയേക്കാം. ഓപ്പൺ ഓഫീസ് റൈറ്റർ. ഇത് നമ്മുടെ എന്താ പറയുക, ലിനക്സിൻ്റെ. പിന്നെന്താ, വർക്ക് പേജസ്. ഇത് നമ്മുടെ ആപ്പിളിൻ്റെ. അപ്പോൾ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് വേർഡ് പ്രോസസ്സേഴ്സിന് എക്സാമ്പിൾ. വേർഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് ക്രിയേഷനാണ്. അപ്പോൾ MS വേർഡ് മൈക്രോസോഫ്റ്റിൻ്റെ, ഗൂഗിൾ ഡോക്സ് ഗൂഗിളിൻ്റെ, ഓപ്പൺ ഓഫീസ് റൈറ്റർ നമ്മുടെ ലിനക്സിൻ്റെ, ഐ വർക്ക് പേജസ് നമ്മുടെ ആപ്പിളിൻ്റെ. അപ്പം വർക്ക് പേജസ്. ഇനി ഓപ്പൺ ഓഫീസ് റൈറ്ററിനെ നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ എന്നും പറയാമേ, പറയാം. പിന്നെ MS വേർഡ്, ഗൂഗിൾ ഡോക്സ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ അല്ലെങ്കിൽ ലിബർ ഓഫീസ് റൈറ്റർ, ഐ വർക്ക് പേജസ്. ഒന്നുകൂടി എടുത്ത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ വേർഡ് പ്രോസസ്സറാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് MS വേർഡ്, ഗൂഗിൾ ഡോക്സ്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, പിന്നെ ഐ വർക്ക് പേജസ്. ഇത് മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ലിനക്സ്, ഇത് നമ്മുടെ ആപ്പിള്. ഇനി അടുത്തത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റിംഗ് ന്യൂമറിക്കൽ ഡാറ്റ. നമ്മുടെ ന്യൂമറിക്കലായിട്ടുള്ള ഡാറ്റയുടെ കാൽക്കുലേഷൻ, പിന്നെ അതുപോലെ എന്താ പറയുക, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, പിന്നെ എന്തൊക്കെയാണ് പറയുക, കാൽക്കുലേഷനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഇതാണ് നമ്മുടെ എക്സൽ എന്ന് പറയുക. നമ്മുടെ ആവറേജ് കാണൽ,
പിന്നെ ആഡിഷൻ, സബ്സ്ട്രാക്ഷൻ, പിന്നെ നമ്മൾ അതിനെ ടാബിലൈസ് ചെയ്യൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ലേ. അങ്ങനത്തെ ഒരു ബേസിക് മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ, ന്യൂമറിക്കൽ ഡാറ്റേനെ കാര്യങ്ങൾ വരുന്നതാണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ്. അതിൽ MS എക്സൽ നമ്മൾ കേട്ട് പരിചയമുണ്ട്. കാൽക്ക്, സ്കൂളിൽ നമ്മൾ കാൽക്കായിരിക്കും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുക. പിന്നെ ഗൂഗിൾ ഷീറ്റ്സ് നമ്മുടെ ഫോണുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. പിന്നെ വർക്ക് നമ്പേഴ്സ്, നമ്മുടെ ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് വർക്ക് നമ്പേഴ്സ്. ഇനി അതേപോലെ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സ്ലൈഡ് ഷോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, സ്ലൈഡ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ MS പവർ പോയിൻറ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻറ്റ്, പിന്നെ ഓപ്പൺ ഓഫീസ് ഇംപ്രസ്, ലിനക്സിൻ്റെ ഓപ്പൺ ഓഫീസ് ഇംപ്രസ്, പിന്നെ വർക്ക് കീനോട്ട് ആപ്പിളിൻ്റെ, പിന്നെ ഗൂഗിൾ സ്ലൈഡ്സ്. ഇതെങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ MS എക്സലിന് സമാനമായിട്ട് ലിനക്സിൻ്റെ സോഫ്റ്റ്വെയർ ഏത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പൺ ഓഫീസ് കാൽക്ക്, അതേപോലെ വേർഡ് പ്രോസസ്സറിലോ അതിലെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിലോ അങ്ങനെ ചോദിക്കാം. ഇതുകൂടാതെ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിളായിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ജനറൽ പർപ്പസിനുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ ഡാറ്റാബേസ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫയൽസ്, ടേബിളാറായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഇപ്പം നമ്മൾ എന്താ പറയുക, പരീക്ഷയുടെ റിസൾട്ട്, പിന്നെ ഒരു സ്കൂളിലെ കുട്ടികളുടെ ഇൻഫോർമേഷൻ, അങ്ങനത്തെ ഡേറ്റകളൊക്കെ ഇല്ലേ, അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ആ ഡേറ്റകൾ നമ്മുടെ ടേബിളറായിട്ട് ചെയ്തുള്ള അങ്ങനത്തെ ഡേറ്റകളൊക്കെ നമ്മൾ ശേഖരിച്ച് വെക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഡേറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ കോളേജ് ആവാം, വർക്ക് സ്റ്റേഷൻസ് ആവാം, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഡാറ്റാബേസ് മാനേജേഴ്സ് എന്ന് പറയുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ആണ് MS ആക്സസ്, പിന്നെ ഒറാക്കിൾ ഉണ്ട്, MySQL ഉണ്ട്. ഇനി അടുത്തത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. നമ്മൾ ഈ മൂവീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. അതാണ് നമ്മുടെ VLC, വിൻഡോസ് മീഡിയ പ്ലെയർ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മൂവി കാണാത്തവരല്ലല്ലോ. അപ്പം നമ്മൾ എന്തായാലും VLC, വിൻഡോസ് മീഡിയ പ്ലെയർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അത് എന്താണെന്ന് ചോദിച്ചാൽ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇമേജ് എഡിറ്റർ, നമ്മൾ പിക്ചറൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോബി ഫോട്ടോഷോപ്പ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പിന്നെ ജിംബ്, സ്കൂളുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. MS പെയിൻറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇനി വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രീമിയർ നമ്മുടെ അഡോബിയുടെ തന്നെയാണ് പ്രീമിയർ. പിന്നെ ബ്ലെൻഡർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ബ്ലെൻഡർ എന്ന് പറയുക. പിന്നെ FCP എന്ന് പറഞ്ഞത് നമ്മുടെ ആപ്പിളിൻ്റെയാണ്, ഫൈനൽ കട്ട് പ്രോ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ പ്രീമിയർ നമ്മുടെ അഡോബിയുടെ, പിന്നെ ബ്ലെൻഡർ, പിന്നെ FCP, ഇതൊക്കെ വീഡിയോ എഡിറ്ററാണ്. പിന്നെ ഓഡിയോ എഡിറ്റിംഗ്, നമ്മൾ ഡബ്ബിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് ഓഡിഷൻ എന്നുള്ളത് അഡോബിയുടെ തന്നെയാണ്. അപ്പോൾ അഡോബിയുടെ ഫോട്ടോഷോപ്പ് ഇമേജിന് വേണ്ടിയിട്ട്, പ്രീമിയർ വീഡിയോന് വേണ്ടിയിട്ട്, ഓഡിഷൻ ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ ഓഡാസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പും കൂടി ഉണ്ടെന്ന് ഓർക്കാം. പിന്നെ ടെസ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഡോക്യുമെൻറ്റേഷൻ ഉപയോഗിക്കുന്ന ഇതായിട്ടാണ് നമ്മൾ MS വേർഡൊക്കെ പഠിക്കുന്നത്. അതേപോലെ തന്നെ ടെസ്റ്റുകളെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നോട്ട് പാഡ്, അതേപോലെ വേർഡ് പാഡ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ടെസ്റ്റ് എഡിറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് പാഡ്, വേർഡ് പാഡ് എന്നൊക്കെ കണ്ടാൽ എഴുതാം. പകരം നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇതിൽ തെറ്റിദ്ധരിച്ച് എഴുതരുത്. ഈ നമ്മൾ അക്കൗണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്, ടാലി, സാപ്പ്, അങ്ങനത്തെ സോഫ്റ്റ്വെയറുകളുണ്ട്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. പിന്നെന്താ, അതേപോലെ പിന്നെന്താ, ഇമെയിൽ, ക്ലയൻസ്, പിന്നെ വെബ് ബ്രൗസേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മുടെ ജനറൽ പർപ്പസ് പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് പാക്കേജസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഡോക്യുമെൻറ്റേഷൻ ഉള്ളത്, പിന്നെ പഠിച്ചത് പ്രസൻറ്റേഷൻ ഉള്ളത്, പിന്നെ മാനിപ്പുലേഷൻ ഓഫ് നമ്പേഴ്സ് പഠിച്ചു, ഡാറ്റാബേസ് മാനേജേഴ്സ്, ഗ്രാഫിക്, നമ്മുടെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ പഠിച്ചു, പിന്നെ ഇമേജ് എഡിറ്റർ പഠിച്ചു, വീഡിയോ എഡിറ്റർ, ഓഡിയോ എഡിറ്റർ, ടെക്സ്റ്റ് എഡിറ്റർ, പിന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ പർപ്പസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് പറയാൻ സാധിക്കുന്നത്.
ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ജനറൽ പർപ്പസും അതുപോലെ സ്പെഷ്യൽ പർപ്പസും. അതിൽ സ്പെഷ്യൽ പർപ്പസിന് നമ്മൾ ടെസ്റ്റിൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് പറയാം, എന്നിട്ട് അതെന്താണെന്നൊക്കെ ഒന്ന് വിശദീകരിക്കാം. പേറോള്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു സ്പെസിഫിക് സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യുന്ന ചില സോഫ്റ്റ്വെയറുകളുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഇൻബിൽറ്റ് ആക്കി വെച്ചാക്കിയാണ് അത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമ്മളുടെ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ചില സ്പെഷ്യൽ പർപ്പസ് സോഫ്റ്റ്വെയറുകളാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് പറയാൻ സാധിക്കും. അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതിൽ ആദ്യത്തെ പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വേതനത്തെക്കുറിച്ചും അതുപോലത്തെയുള്ള വിവരങ്ങളൊക്കെ കുറിച്ചിട്ട് അതിനെ പരിപാലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പേറോൾ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുക. ഇനി ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാപാര സ്ഥാപനത്തിലെ ആസ്തി വിവര പട്ടിക, പിന്നെ ഓർഡർ, വിപണനം, വിതരണം എന്നിവയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ് ഇൻവെൻ്ററി. പിന്നെ എച്ച് ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ആവശ്യമായിട്ടുള്ള മനുഷ്യ വിഭവങ്ങളുടെ വിവരങ്ങൾ, അതായത് ഇപ്പോൾ ആ സ്ഥാപനത്തിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ ആരൊക്കെ പെൻഷനായി പോയി, അല്ലെങ്കിൽ ആരൊക്കെ ന്യൂ ആയിട്ട് വന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എച്ച് ആറിൽ തന്നെ. ഇൻവെൻ്ററി നമ്മൾ പറഞ്ഞു വിപണനം, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വ്യാപാരം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവെൻ്ററിയിൽ വരും. പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥാപനത്തിലുള്ള ആൾക്കാരുടെ ആ തൊഴിലുകളും വേതനം ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പേറോളിൽ വരും. ഇത് കൂടാതെ നമുക്കിപ്പോൾ റെയിൽവേയുടെയൊക്കെ റിസർവേഷൻ സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്പെസിഫിക് പർപ്പസ് ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പാണ് സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുന്നത്. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറുകളെ അതിൻ്റെ ഉപയോഗം അനുസരിച്ചിട്ട് നമ്മളെങ്ങനെ വേർതിരിച്ചിരിക്കുന്നു, എത്രത്തോളം അതിൻ്റെ പ്രാധാന്യമുണ്ട് എന്നനുസരിച്ചിട്ട് തിരിച്ചിരിക്കുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ച സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് നമ്മൾ തരംതിരിച്ച് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ സോഫ്റ്റ്വെയറുകളിലെ തന്നെ അത് നമുക്ക് എങ്ങനെ ലഭിക്കുന്നു, അതിൻ്റെ ആക്സസിബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ തിരിക്കാം എന്നുള്ളതാണ് ഇനിയുള്ള വേരിയൻറ്റ്. അതായത് ഇത് ഓരോന്ന് വിശദീകരിക്കാൻ നമുക്കത് മനസ്സിലാവും. ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ, അതായത് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ എന്നും കൂടി ഇതിനെ പറയേ. ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ, അതായത് ഇവരുടെ മെയിൻ ഉദ്ദേശം, ആ പ്രൊപ്പറേറ്റർ ആരാണോ ആ ആൾക്കാർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അവരുടെ മെയിൻ ഉദ്ദേശം പ്രോഫിറ്റാണ്. പിന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ എന്തൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള അവകാശം പൂർണ്ണമായിട്ടും അത് ഉൽപ്പാദിപ്പിച്ച ആൾക്കാണ്. എഡിറ്റിങ് അവർക്കാണ്. പൂർണ്ണമായിട്ടും എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആ അത് പ്രസാധകൻ്റെയാണ്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ലൈസൻസ് വേണം നമുക്ക്. അതുണ്ടെങ്കിൽ ഇത് നമുക്ക് വിതരണം ചെയ്യാനും അതുപോലെ നമുക്കിത് യൂസ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഇനി ഇത് മോഡിഫൈ ചെയ്യാനും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിൻ്റെ സോഴ്സ് കോഡ് എന്ന് ഉദ്ദേശിക്കണ ആ ഒരു സോഫ്റ്റ്വെയർ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കോഡ്, ആ കോഡ് വെച്ചിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ളതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ സോഴ്സ് കോഡ് കാണാൻ സാധിക്കില്ല, ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല, പ്രോഫിറ്റാണ് ലക്ഷ്യം. ഇതൊക്കെയാണ് നമ്മുടെ ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ വിൻഡോസ് തന്നെയാണ്. വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ, പിന്നെ അതുപോലെ വിൻഡോസിൻ്റെ തന്നെ MS ഓഫീസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ മാക്ക് ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോട്ടോഷോപ്പ്, അതായത് അഡോബി എന്ന് പറഞ്ഞ ആ ഒരു പ്രൊപ്പറേറ്ററിൻ്റെയാണ്. അപ്പോൾ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഗൂഗിളിൻ്റെ കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റാണ് ലക്ഷ്യം, എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല, സോഴ്സ് കോഡ് ലഭ്യമല്ല, ലൈസൻസ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഇല്ലാതെ നമുക്കിത് പകർത്താനോ വിതരണം ചെയ്യാനോ സാധിക്കില്ല. ഇനി അടുത്തത് ഇതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫ്രീ എന്ന് ഉദ്ദേശിക്കണ
നമുക്കത് ഫ്രീ ആയിട്ട് ലഭിക്കും എന്ന് വെച്ചാൽ കാശ് കൊടുക്കാതെ ലഭിക്കും എന്ന് അല്ല, ഫ്രീ ആവാം, വേണമെങ്കിൽ കാശ് കൊടുത്തോ, അത് പെയ്ഡ് അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഈ പ്രൊപ്പറേറ്ററിൻ്റെ ഓപ്പോസിറ്റ് എന്ന് ഉദ്ദേശിക്കാൻ കാരണം ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് കിട്ടും. ഈ സോഴ്സ് കോഡ് നമുക്ക് കിട്ടും, അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് ലൈസൻസോ കാര്യങ്ങളോ വേണ്ട. അതാണ് നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അതായത് കുത്തക കമ്പനികൾ, നമ്മൾ നേരത്തെ പഠിച്ച നമ്മുടെ വിൻഡോസ്, അതുപോലെ അഡോബി, അങ്ങനത്തെ പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് മെയിനായിട്ട് ഈ ഫ്രീ സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള എക്സാമ്പിളാണ് നമ്മുടെ ലിനക്സ് എന്ന് പറയുന്നത്. ലിനക്സ് ബേസ് ചെയ്ത് വരുന്ന എല്ലാനും നമ്മുടെ ഫ്രീ ബേസ് ആയെന്ന് പറയാം. നമ്മുടെ ഇഗ്നു, ഉബുണ്ടു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ബ്ലെൻഡർ, നേരത്തെ നമ്മൾ പറഞ്ഞ ബ്ലെൻഡർ, ഒഡാസിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ VLC പ്ലെയർ പറയാം. പിന്നെ ഫയർഫോക്സ് ഇതിനുമ്പ് ചോദിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഫയർഫോക്സ് ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയുക ഫ്രീ സോഫ്റ്റ്വെയറിൽ പറയാം. അതായത് പ്രോഫിറ്റ് അല്ല അവരുടെ ലക്ഷ്യം, എഡിറ്റ് ചെയ്യാൻ സാധിക്കും, സോഴ്സ് കോഡ് കാണാൻ പറ്റും, ലൈസൻസോ കാര്യങ്ങളൊന്നും വേണ്ട, പെയ്ഡ് ഓർ അൺപെയ്ഡ്. അതാണ് വേറൊരു കാര്യം. ഫ്രീ എന്ന് ഉദ്ദേശിക്കൊണ്ട് സൗജന്യം എന്നുള്ള അർത്ഥമല്ല, നമുക്ക് ഫ്രീ നമ്മുടെ സോഴ്സ് കോഡ് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം, അതാണ് നമ്മുടെ ഫ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ഷെയർവെയർ എന്ന് പറയാം. ഷെയർവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പേരാണ് നമ്മുടെ ട്രയൽ വെയർ എന്നും കൂടി നമുക്കിതിനെ പറയാം. അതായത് ഒരു ട്രയലായിട്ട് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മളെ അതിന് ക്യാൻവാസിങ്ങിന് വേണ്ടിയിട്ട്, അങ്ങനെ പറയാൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഷെയർവെയർ എന്ന് പറയാം. എല്ലാ സ്പെസിഫിക്കേഷനും നമുക്ക് അതിൽ കിട്ടിയില്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് അതിൽ ചെയ്യണമെങ്കിൽ പേ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക, സ്നാപ്സീഡാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ആപ്പുകളൊക്കെ ഇല്ലേ, അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നത്തെ കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ബാക്കിയുള്ളത് കാണണമെങ്കിൽ നമ്മൾ പേ ചെയ്യണം. അപ്പം അങ്ങനെയുള്ളതാണ് നമ്മുടെ ഷെയർവെയർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നിർമ്മിച്ച ആളുടെ അനുമതിയോട് കൂടിയിട്ടേ നമുക്കിത് വിതരണം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി ഉണ്ട് ഷെയർവെയറിന്. ഇനി അടുത്തത് ഫ്രീവെയർ. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ, ഇത് ഫ്രീവെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും നമുക്ക് ലാവിഷായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഏതൊരു ആപ്പിനെയും നമുക്ക് ഫ്രീവെയർ എന്ന് പറയാം. എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഷെയർ ചെയ്യാൻ സാധിക്കും. പിന്നെ മിക്കവാറും എല്ലാ സ്പെസിഫിക്കേഷനൊക്കെ ഫ്രീ ആയിരിക്കും. ഇതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫേസ്ബുക്ക്, പിന്നെ വാട്സപ്പ്, യൂട്യൂബ്. ഇപ്പോൾ യൂട്യൂബൊക്കെ ഇപ്പോൾ ഏകദേശം അതിൽ പേയിങ് ആയിട്ടുള്ള ഓപ്ഷൻ, നമ്മുടെ ആഡ്സൊക്കെ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ പേ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബൊക്കെ നമുക്ക് ഫ്രീവെയറിന് എക്സാമ്പിളായിട്ട് പറയാം. ഇൻ്റർനെറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആപ്പുകളാണ് ഫ്രീവെയർ. അപ്പോൾ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പറേറ്ററി, അതായത് പ്രോഫിറ്റ് ലക്ഷ്യം. ഫ്രീവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവം. നമുക്കത് പെയ്ഡ് ഓർ അൺപെയ്ഡ് ആണ്, പക്ഷേ കമ്പനികളിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്കതിനെ സോഫ്റ്റ്വെയറിനൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം, സോഴ്സ് കോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഷെയർവെയർ വാങ്ങുന്നതിന് മുമ്പ് സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒരു ട്രയലിന് വേണ്ടിയിട്ടുള്ള ഇതാണ് സോഫ്റ്റ്വെയറാണ് നമ്മുടെ ഷെയർവെയർ. ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന FB, വാട്സപ്പ്, യൂട്യൂബ് പോലെയുള്ള ആപ്പുകളെ നമുക്ക് ഫ്രീവെയർ എന്ന് പറയാം. എല്ലാ ക്ലാസ്സിലെയും പോലെ നമുക്ക് ഇനി റാപ്പ് ചെയ്യാം. അതായത് നമുക്ക് സോഫ്റ്റ്വെയർ ബാക്കിൽ നിന്ന് നമുക്ക് പോയാൽ സോഫ്റ്റ്വെയറിന് നമുക്ക് ക്ലോസ്ഡ് സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ, ഷെയർവെയർ, ഫ്രീവെയർ എന്നിങ്ങനെ തിരിക്കാം. ഇനി അതുകൂടാതെ നമുക്ക് സോഫ്റ്റ്വെയർ രണ്ടായിട്ട് തിരിക്കാൻ പറ്റുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ,
പിന്നെ ഫേംവെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിലാണ് ജനറൽ പർപ്പസ്, അതോടെ സ്പെസിഫിക് പർപ്പസ്. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് അതെന്താണ് സംശയമുള്ളത് നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഇതിലൊരു പോയിന്റ് ഞാൻ അഡീഷണൽ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഹ്യൂമൻ വെയർ. ഹ്യൂമൻ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ യൂസ് ചെയ്യുന്ന ഏതൊരാളെയും ഏതൊരു ഹ്യൂമണിനെയും നമുക്ക് ഹ്യൂമൻ വെയർ എന്ന് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.